കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി നടത്തിയ കലുങ്ക് സംവാദത്തിലെ പരാമർശങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഒരുപോലെ കൂളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. സിനിമാ താരങ്ങളുടെ വീട്ടിൽ കേന്ദ്ര ഏജൻസി നടത്തിയ റെയ്ഡുകൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം മുക്കാനുള്ള തന്ത്രമാണോ എന്ന് അദ്ദേഹം പരസ്യമായി ചോദിച്ചത് സ്വന്തം പാർട്ടിയായ BJP പോലും ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. പാലക്കാട് വിവിധ ഇടങ്ങളിലായി നടന്ന കലുങ്ക് സംവാദങ്ങളിലാണ് സുരേഷ് ഗോപി ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയത്. പ്രധാനമായും ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇത് കർമ്മമാണ്, ഏതൊക്കെ തരത്തിലാണ് അവഹേളിക്കാൻ നോക്കിയത് അദ്ദേഹം പറഞ്ഞു. മലയാളികളുടെ സ്വത്താണ് ശബരിമലയെന്നും വിജിലൻസ് അന്വേഷണം ആരുടെയൊക്കെ പേരിലുണ്ട് എന്ന് നമുക്ക് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ വ്യക്തിപരമായ പരാമർശങ്ങളാണ് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അയ്യപ്പൻ മനുഷ്യൻ കൂടിയാണ്, എൻ്റെ മൂത്ത സഹോദരനായിട്ടാണ് ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഞാനൊരു തികഞ്ഞ ഭക്തനാണ്, അതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭക്തിയെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കുന്നതായി ചർച്ചയായിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെക്കുറിച്ച് കേന്ദ്രമന്ത്രി തന്നെ സംശയം പ്രകടിപ്പിച്ചതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രകമ്പനം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രമുഖ നടനായ ദുൽഖർ സൽമാൻ അടക്കമുള്ളവരുടെ വീട്ടിൽ നടന്ന റെയ്ഡുകൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണോ എന്ന സുരേഷ് ഗോപിയുടെ ചോദ്യം BJP നേതൃത്വത്തിന് വിശദീകരണം നൽകേണ്ട അവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തെ രണ്ടുപേരെ വീണ്ടും ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം. കേന്ദ്ര മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് കേന്ദ്ര ഏജൻസിക്കെതിരെ താൻ ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ശേഷം തന്നെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക എന്നത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. ഇതിലും കൂടുതൽ കഥകൾ ഇനിയും പുറത്തു വരുമെന്നും സുരേഷ് ഗോപി സൂചന നൽകി. കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ പോലും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വ്യാഖ്യാനിക്കപ്പെടുന്നത് BJPക്ക് ഉള്ളിൽ പോലും ഭിന്ന അഭിപ്രായങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ആവലാതികൾ ആവോളം ഉണ്ടെന്നും എന്നാൽ എന്തുകൊണ്ടാണ് അതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാത്തതെന്നും സുരേഷ് ഗോപി ചോദിച്ചു. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പ് സമയത്ത് സൗജന്യ കിറ്റ് തന്ന് പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇത്തവണ കിറ്റുമായി വന്നാൽ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇല്ലെങ്കിൽ നിങ്ങളെ ആർക്കും രക്ഷിക്കാൻ സാധിക്കില്ലെന്നും അടുത്ത 5 വർഷം പാഴാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന് ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ നിഷേധിക്കാനാകില്ല എന്ന BJPയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം അദ്ദേഹം ആവർത്തിച്ചു. നിലവിലെ സംസ്ഥാന സർക്കാരിനെതിരായ രൂക്ഷ വിമർശനമാണ് ഈ പ്രസ്താവനകൾ വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാനത്തെ ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ സാമ്പത്തികപരമായ ഒരു പരാമർശം ഇങ്ങനെയായിരുന്നു: 1,50,000 രൂപ ഒരു അമ്മയ്ക്ക് കൊടുക്കാനുള്ളവർ 10,000 രൂപ കൊടുത്ത് വലിയ ഖീമന്മാരായ കേരളമാണ് ഇവിടെ ഉള്ളത്. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ പരിഹസിക്കാനാണ് അദ്ദേഹം ഇത് ഉപയോഗിച്ചത്. ജനങ്ങളാണ് രാജാക്കന്മാർ എന്ന് അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇത് പ്രജാരാജ്യമാണ്, പ്രജകളാണ് ഇവിടുത്തെ രാജാക്കന്മാർ. ഇത്രയും കാലം പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തവർ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക. കലുങ്ക് സദസ്സുകൾ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള വേദിയാണെന്നും എന്നാൽ അവിടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിഗണിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പരോക്ഷമായി വിമർശിക്കാൻ ഉപയോഗിച്ച വാക്കുകളായിരുന്നു. തൃശൂരിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി വിശദീകരിച്ചു. തൃശൂരിൽ ഒരു CFSL അനുവദിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് താൻ ആവശ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ഇത് പ്രാദേശികത അല്ലെന്നും തൃശൂരിൽ ഒരു ജനപ്രതിനിധിയെ തന്നതിനുള്ള ആദരവാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൃശൂരിൽ എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടത് സൗഹൃദം മാത്രം ഉണ്ടായിരുന്ന 2015-ലാണ്. അമിത്ഷാ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫോണിൽ ആവശ്യപ്പെട്ടതാണ്. തൃശൂരിൽ 3 തവണ MP ആയ ആൾക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് താൻ ചെയ്യുന്നത് എന്നും സുരേഷ് ഗോപി അവകാശപ്പെട്ടു. ഇത് മുൻ ജനപ്രതിനിധികളെ വിമർശിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നു. തൃശൂരിൽ വികസന സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ച അദ്ദേഹം BJPക്ക് തൃശൂർ കോർപ്പറേഷനിൽ അധികാരത്തിലെത്താൻ സാധിച്ചാൽ ലുലു മാളിനേക്കാൾ മികച്ച മാർക്കറ്റ് നിർമ്മിക്കുമെന്നും കലുങ്ക് സദസ്സിൽ സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി. സുരേഷ് ഗോപിയുടെ ഈ വിവാദ പരാമർശങ്ങൾ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു കേന്ദ്രമന്ത്രി തന്നെ കേന്ദ്ര ഏജൻസിയുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നത് ഭരണപക്ഷത്തിന് പോലും പ്രതിരോധം തീർക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി നിലനിൽക്കും.